പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഉമ്മത്തിന്റെ വിശ്വാസത്തിൽ മായം കലർത്താൻ ശ്രമിക്കുമ്പോൾ അതല്ല ശരി, ഇതാണ് ശരിയെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്ത നിർവഹണം മാത്രമാണ് നമ്മളിവിടെ നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 1920കളിൽ തൗഹീദിന്റെ പ്രചാരകരായിട്ടാണ് ഇന്ന് ഇവിടെ പ്രഭാഷണം നടത്തിയ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പ്രഭാഷണം നടത്തിയവരുടെ പ്രപിതാക്കൾ ഇവിടെ കടന്നു വരുന്നത്. പരിശുദ്ധരായ സ്വഹാബത്തിനാൽ ഇസ്ലാം പ്രബോധനം ചെയ്യപ്പെട്ട് മഹാന്മാരായ പണ്ഡിതന്മാരുടെ, പർവ്വത സമാനം ഇൽമും അമലുമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ കരതല സ്പർശനമേറ്റ് വളരെ പാരമ്പര്യത്തിന്റെ പൈതൃകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ മാർഗത്തിൽ ഈ കേരളീയ മുസ്ലിം ഉമ്മത്ത് മുന്നോട്ടു പോകുന്നതിനിടയിൽ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം ശരിയല്ലെന്നും അവരുടെ തൗഹീദ് ശരിയല്ലെന്നും അതിൽ തിരുത്തുകൾ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇവർ പ്രത്യക്ഷപ്പെട്ടത്. ഈജിപ്തിൽ നിന്ന് ജൂദായിസത്തിന്റെ ചാരന്മാരായ ദ ലാർജസ്റ്റ് സീക്രട്ട് സൊസൈറ്റി ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഫ്രീമൈസന്റെ വക്താക്കളായ, ഇന്നത്തെ സയനിസത്തിന്റെ രഹസ്യ പതിപ്പായ മാസോണിസത്തിന്റെ വക്താക്കളായ മുഹമ്മദ് അബ്ദയുടെയും റഷീദുലുദയുടെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും പിഴച്ച അതിഭൗതികവാദങ്ങളെ കടലുകടന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. റഷീദുലുദയുടെ അൽമനാറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ തെറ്റായ ചിന്താധാര കേരളക്കരയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് കെ എം മൗലവിയെ പോലെ ഒരുപാട് മൗലവിമാർ അത് ഏറ്റെടുക്കുകയും ഐക്യസംഘം എന്ന പേരിൽ, നിഷ്പക്ഷ സംഘം എന്ന പേരിലൊക്കെ വ്യത്യസ്ത പേരുകളിലൂടെ അവരിവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. എന്തായിരുന്നു ഈ പ്രവർത്തനത്തിന്റെ പ്രാരംഭവാദം? എന്തായിരുന്നു? ഇവിടെയുള്ള തൗഹീദ് വ്യാജമാണ്. നൂറ്റാണ്ടുകളായി മുസ്ലിം ഉമ്മത്ത് വിശ്വസിച്ച് ആചരിച്ചു പോരുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും ശരിയല്ല, അതുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ തൗഹീദ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്ന ആശയമാണ് പറഞ്ഞു വന്നത്. എന്നിട്ടോ ആ തൗഹീദിന്റെ നിർവചനത്തെ അവരുണ്ടാക്കിയതാണ്. ലോകത്ത് വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തിന്റെ അരവരി കൊണ്ട് പറയാൻ കഴിയാത്ത, ലോകത്ത് മഹാന്മാരായ 1,24,000 വരുന്ന നബിമാരുടെ ഒരു വാക്കുകൊണ്ട് പറയാൻ കഴിയാത്ത പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അഇമ്മത്തു മശായിഖുമാരും കൈമാറ്റം ചെയ്യപ്പെട്ട് 14 നൂറ്റാണ്ട് ദിഗന്ധങ്ങളെ ഭേദിച്ചു കടന്നു വന്നപ്പോ ഒരു ഇമാമും ഇന്ന് വരെ പറയാത്ത ആശയങ്ങളെ പറഞ്ഞുകൊണ്ട് തൗഹീദിന് പുതിയ നിർവചനങ്ങൾ ഉണ്ടാക്കി. ആ നിർവചനത്തെ അടിസ്ഥാനമാക്കിയിട്ട് അവർ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുകയാണ്.